പണപ്പെട്ടിയാണ് ചർച്ചാ വിഷയം. പണപ്പെട്ടി ആരെടുക്കും? നന്ദന എടുക്കും. കാരണം നന്ദനയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനാണ് സായിക്കും സിജോയ്ക്കും കൂടി. ജാഫറൊക്കെ വന്നു. ഒത്തിരി പേര് കാണാൻ ആഗ്രഹിച്ചിരുന്ന സംഭവമായിരുന്നു ജാസ്മിൻ്റെ ഫാമിലി. ജാസ്മിൻ്റെ ഫാമിലി വന്ന് ഫയർ ആക്കുമോ, ജാസ്മിനെ കുടഞ്ഞു വാരുമോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. സായിയും സിജോയും കൂടെ ഒത്തു കളിച്ചുകൊണ്ട് പണപ്പെട്ടി നന്ദനയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനാണ്. പക്ഷേ റസ്മിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് നിൻ്റെ ഒരു കാര്യം നീ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടാണ് വന്നത്, അത് കൊണ്ടേ നീ തിരിച്ച് വരാവൂ. അത് ഉമ്മ ഇവിടെ പണപ്പെട്ടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് ഞാൻ എടുത്തോണ്ട് വരട്ടാ. റസ്മിൻ്റെയും ജാസ്മിൻ്റെയും ഫാമിലി വീക്കായിരുന്നു ഇന്ന്. അവരുടെ ഫാമിലി എൻട്രി ആയിരുന്നു ഇന്ന്. ബോണസ് ടാസ്ക് 6 നടന്നു. വേറെ പ്രധാനമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കാത്തൊരു ഡേ ആയിരുന്നു ഇന്ന്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ മെയ് 19 തീയതിയിലെ ഡേ 70 ബിഗ് ബോസ് സീസൺ 6 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പ്രധാന വിഷയം ഈ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ വാപ്പ വന്നതായിരുന്നു. പക്ഷേ ആ മാല ഊരുന്നതും പിന്നെ ഈ ഫോട്ടോ എടുത്ത് കൺഫഷൻ റൂമിൽ കൊണ്ട് വെക്കുന്നതും അല്ലാതെ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ സ്ട്രോങ് ആയിട്ട് കളിക്കാൻ പറയുന്നു, നിനക്ക് വാപ്പ ഉമ്മ ഉണ്ടെന്ന് പറഞ്ഞത് ബാക്കി പുറത്തും. ഓക്കെ, അത് കഴിഞ്ഞു. അതിനുശേഷം വേറെ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് വീട്ടിൽ നടന്നില്ല. നമ്മൾ ജാസ്മിൻ്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി പേര് ഒരുപാട് കാര്യം പ്രതീക്ഷിച്ചിരുന്നു. എക്സ്പെക്ട് ചെയ്ത സാധനമൊന്നും ആർക്കും കിട്ടിയില്ല. വന്ന് അടി പൊട്ടിക്കും അങ്ങനെ. പക്ഷേ അതൊന്നും അല്ലായിരുന്നു. ഈ പറഞ്ഞവർക്കൊന്നും ഫയർ ആവായിരുന്നു. അതുപോലെ ഫയർ ആയില്ല. പിന്നെ അത് തന്നെയാണ് ഒരു കണക്കിന് നല്ലത്. കാരണം പുറത്ത് മൊത്തം നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ വീട്ടുകാരോട് വന്ന് നെഗറ്റിവിറ്റി ആക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എത്രയൊക്കെ പറഞ്ഞാലും ജാസ്മിൻ ഒരു കണ്ടസ്റ്റൻ്റാണ്. അപ്പം പ്രഷർ കൂടും. എന്താണെന്ന് അറിയില്ല. വൈൽഡ് കാർഡ് അവക്കെതിരെ, വീട്ടുകാർ ഫുൾ അവക്കെതിരെ, നാട്ടുകാർക്കെതിരെ റെസ്പോൺസസ്. അപ്പോൾ വീട്ടുകാരും കൂടെ കൊണ്ട് തിരിയുമ്പോഴത്തേക്കും സ്വന്തം ഫാമിലി കൂടെ തിരിയുമ്പോൾ ആകെ മൊത്തം ടെൻഷനായി പോകും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് അത് നിയന്ത്രിച്ചത്. ഈ പറയും പോലെ അവരുടെ കാര്യങ്ങൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് അവരെന്താ വെച്ചാൽ അവിടെ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ജാസ്മിന് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. സ്ട്രോങ് ആയിട്ടൊന്ന് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ജാസ്മിൻ കുറച്ചുകൂടി മുന്നോട്ട് പോകും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ടോപ്പ് 5 ഒരാൾ ജാസ്മിൻ തന്നെ ആയിരിക്കും. അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ആൾ ജിൻഡോ ആയിരിക്കും. ബാക്കി 3 പേരുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി ദെൻ സായി സിജോ പ്ലാൻ. ഇവരുടെ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദനയ്ക്ക് വീടില്ല, നന്ദനയ്ക്ക് വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്ദനെ പണപ്പെട്ടി ഏത് വീക്കാണ് വരുന്നത് അതുവരെ എത്തിക്കണമെന്നുള്ളതാണ് ഇവരുടെ പ്ലാന്. പക്ഷേ ഞാനൊന്ന് ചിന്തിക്കട്ടെ, സിജോയും സായിയുടെ ഒത്തു കളിക്കുന്ന ഇവരാരാ? രാജാവാണോ? ഞാൻ ചോദിക്കുന്നതാണ്. ഇവർ രണ്ടുപേരുടെ പണപ്പെട്ടി നന്ദനയ്ക്ക് കൊടുക്കണം. ഇവർ വിചാരിക്കും കണക്കാണോ ഇതിനകത്ത് നടക്കുന്നത്? എനിക്ക് അറിഞ്ഞുകൊണ്ടത് ഇവർ വിചാരിക്കും വേറൊരാൾ പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ തീർന്നവിടെ. ഇവർ വിചാരിക്കുക ഇവർ സിജോയും സായും. ഞാൻ അവർ ഒത്തിരി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി നെഗറ്റീവ് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ മണ്ടലോട്ട് വരും. സിജോയുടെ ആൾക്കാരെല്ലാം കൂടെ വരട്ടെ. എന്നാലും ഞാൻ പറയുന്നതാണ്, സിജോയും സായും മാത്രമല്ല അഭിഷേകമുണ്ട്. ഇവർ 3 പേരും കൂടി ഈ പണപ്പെട്ടി നന്ദനെ കൊടുക്കും. നന്ദന പാവമാണ്, ശരിയൊക്കെ തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഈ ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുന്നത് ഇപ്പോൾ 13 കണ്ടസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ ആ 13 പേരുടെയാണ്, അല്ലെങ്കിൽ 12 പേരുണ്ടെങ്കിൽ ആ 12 പേരുടെയും ഹൗസാണ് ബിഗ് ബോസ്. അതിനകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവർ 3 പേരും അല്ല. ഇവർ 3 പേരും ഇരുന്ന് പണപ്പെട്ടിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് അത് നന്ദനയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനായിട്ടുള്ള ഞാൻ ചിന്തിക്കുക, ഇവരാരാ? ബിഗ് ബോസോ? പണപ്പെട്ടി നന്ദനയ്ക്ക് കൊടുക്കാൻ ഇവിടുത്തെ മെയിൽ ബിഗ് ബോസുകളോ? ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവിടെ കളി കാണാൻ ചുമ്മാ വന്നിരിക്കുന്നവരോ? ഞാൻ ഉദ്ദേശിച്ച അവർ നിങ്ങൾക്ക്, അതായത് ഞാനിപ്പോൾ ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞാൻ പറയണം പണപ്പെട്ടി ഇന്നാൾക്ക് കൊടുക്കണം. ഞാനാണ് പണപ്പെട്ടി കൊടുക്കുന്നത്? ഇവരാണ് അവിടെ ടാസ്ക് ഇറക്കി വിടുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. കഴിഞ്ഞ പ്രാവശ്യം സീസൺ 5 ഒക്കെ നടന്ന സമയത്ത് മാരാർ പറഞ്ഞിരുന്നു, ശ്രീചേട്ടാ പണപ്പെട്ടി ഇറങ്ങി നിങ്ങൾ എടുത്തോണം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇത്രയൊക്കെ ആവാം. ഇത് എന്തോന്നും ഡിസ്കഷൻ ഇത്? പണപ്പെട്ടി അയാൾക്ക് കൊടുക്കണം, അയാളെ കൊണ്ട് എടുപ്പിക്കണം. അപ്പോൾ അതൊക്കെ എനിക്ക് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. പക്ഷേ അവരുടെ പ്ലാനിങ്, ഇവർ ഒരുമിച്ച് നിന്നിട്ട് നന്ദനയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനാണ്. ഓക്കെ, അതൊക്കെ നല്ല കാര്യം, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഗെയിം ആകുമ്പം എല്ലാവർക്കും ഗെയിം പ്ലാൻസ് ആവാം. ഇവരെല്ലാവരും കൂടെ ഗ്രൂപ്പ് കളി അങ്ങ് നിന്ന് സായി, സിജോ, അഭിഷേക്, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് സൂപ്പറാണ്. പക്ഷേ ഇവരിത് വെച്ച് അങ്ങ് കളിക്കുകയാണ്. നല്ല കാര്യത്തിനാ, പക്ഷേ ഇവർ ഗെയിം കളിക്കണില്ല. ഇവർ ഇതിനകത്ത് ഈ സൽക്കർമ്മവും പുണ്യപ്രവൃത്തിയും ചെയ്യാനല്ലല്ലോ, ഗെയിം കളിക്കാനല്ലേ വന്നപ്പോൾ ഗെയിം കളിക്കണ്ടേ? ഈ പറഞ്ഞവനക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആരും കളിക്കണില്ല. ഫാമിലി വീക്ക് വന്നതിന് ശേഷം ആർക്കും വയ്യ. ജാസ്മിൻ ആയാലും ജിൻഡോ ആയാലും സിജോ ആയാലും സായി, അഭിഷേക്, ആരും കളിക്കണില്ല. എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഒരു പെർഫോമൻസും ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞ കപ്പ് ബിഗ് ബോസ് എടുത്ത് വീട്ടിൽ വയ്ക്കണം, ആർക്കും ഇല്ലെന്ന് പറയണം. ആരും എന്താണ് ഇതിനകത്ത് കളിക്കുന്നത്? എനിക്കൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ റസ്മിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഒരു സംഭവം 1 ലക്ഷത്തിന് വേണ്ടിയാണ് വന്നത്, എന്താണെന്ന് നിനക്കറിയാം, അത് കൊണ്ടേ നീ വരാവും. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ അത് പണപ്പെട്ടിയെക്കുറിച്ചുള്ള ഒരു ഹിൻഡ് കൊടുക്കും പോലെ ആണോ എന്ന് തോന്നിപ്പോയി. അപ്പം റസ്മി പറയുന്നുണ്ട്, അല്ല ഇവിടെ പണപ്പെട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു വീക്ക് ഉണ്ട്, അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ ഞാൻ അത് പൊക്കി പിടിച്ചോണ്ട് വരട്ടെ. അപ്പോൾ റസ്മിൻ്റെ അനിയൻ പറയുന്നുണ്ട്, വേണ്ട,
കളിച്ച് വരണം, കളിച്ച് മുന്നോട്ട് വരണം എന്നാണ്. പക്ഷേ ഞാൻ 2 ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ രാവിലെ റസ്മിൻ്റെ ഒത്തിരി പോസിറ്റീവ് പറഞ്ഞു, നേരെ ഞാൻ ഉൾട്ട അടിച്ച് പറയുകയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന 2 കണ്ടീഷൻ, റസ്മിൻ പണപ്പെട്ടി എന്ന് പറയുന്നൊരു വീക്കെൻഡൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കണു എന്ന് പറയാണ്. അപ്പോൾ റസ്മിന് ബിഗ് ബോസിനെ കുറിച്ച് ഒരു അറിവുമില്ലേ? ബിഗ് ബോസിനെ കുറിച്ച് ഒരു അറിവില്ലാത്ത ആൾക്കാരെയാണ് ബിഗ് ബോസിലേക്ക് എടുക്കുന്നത്. കാരണം പണപ്പെട്ടിയെക്കുറിച്ച് എന്താണെന്നും അറിയത്തില്ല. നിഷാന വന്നു, നിഷാനയ്ക്ക് ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, ഗെയിം എന്താണെന്ന് അറിയത്തില്ല. ഒരു കോമണർ ഉണ്ട് അങ്ങനെ. അടുത്ത 2ാമത്തെ കോമണർ ഈ റസ്മിൻ വന്നിട്ട് റസ്മിന് പണപ്പെട്ടി എന്ന് പറയുന്ന ഏതോ ഒരു വീക്കുണ്ട്. അപ്പോൾ റസ്മിന് ഒന്നുകിൽ പണപ്പെട്ടിയെക്കുറിച്ച് അറിയില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ പണപ്പെട്ടി വരാനുണ്ടെന്നുള്ള കാര്യം അറിയാം, പക്ഷെ അത് അഭിനയിക്കുന്നു. പക്ഷേ ഇത് പോർട്രേറ്റ് ചെയ്ത് വരുന്ന രീതി പണപ്പെട്ടിയെക്കുറിച്ച് റസ്മിന് അറിയില്ല എന്നുള്ള ലെവലിലാണ്. അപ്പം ആ കാണിക്കുന്നത് എന്താണ് അപ്പോഴ്? അപ്പോൾ ഇത്ര പോലും ഞാൻ പറയുന്നത് ബിഗ് ബോസിലേക്ക് ഓരോരുത്തരെ എടുക്കുമ്പോഴത്തേക്കും ബിഗ് ബോസ് എന്താണെന്ന് അറിയാമെന്നുള്ള അറ്റ്ലീസ്റ്റ് മലയാളത്തിൽ വന്നിട്ടുള്ള സീസൺസ് എങ്കിലും കണ്ടിട്ടുള്ള ആൾക്കാരെ അവരെടുക്കണം. ഇതെന്താണ് റസ്മിൻ അതിനകത്ത് വരുന്നത്? പണപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഏതൊരു വീക്കെൻഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കണം, അയ്യേ അറിയത്തില്ലേ ഇതിനെക്കുറിച്ചൊന്നും? ഇങ്ങനത്തെ ബിഗ് ബോസിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് അതിനകത്ത് വരുന്നത്. 2 കോമണർ, പിന്നെ നന്ദന ഇതൊരു ബെറ്ററാണ്. കോമണറിനെ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടിക്ക് കാര്യങ്ങൾ അറിയാം, ബിഗ് ബോസ് എന്താണെന്ന് അറിയാം, ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് അല്ലേ? ഈ ആൾക്ക് അറിയത്തില്ല. അറിയാത്ത ആൾക്കാരെ ഇതിനകത്ത് പൊക്കി പിടിച്ച് താങ്ങി പിടിച്ച് എന്തിനാണ് വെക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഇനി നാളെ നമുക്ക് എവിക്ഷനാണ്, ഡ്രൈ ഡേ ആണെന്ന്. അപ്പോൾ നാളെ നമുക്ക് ലൈവിലൊന്നും കാണാനുണ്ടാവില്ല. നാളത്തെ എവിക്ഷൻ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വരും. നാളെ എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ പ്രോജക്റ്റിൻ്റെ വൈവ എക്സാമാണ്. അപ്പം ഞാൻ കോളേജിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിയുന്ന മുറക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യം അറിയുമ്പോൾ ഞാൻ ലൊക്കേഷൻ മാറിയിട്ടൊക്കെ സെൽഫി വീഡിയോ ഒക്കെ ആയിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യാം. മാക്സിമം ഞാൻ എല്ലാ വീഡിയോയും എല്ലാ അപ്ഡേറ്റും കൃത്യമായിട്ട് നാളെ എത്തിക്കാൻ ശ്രമിക്കും. ഞാൻ എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത്തിരി ലേറ്റ് ആവും, എന്നാലും ഞാൻ അപ്ഡേറ്റുകളൊക്കെ മാക്സിമം എത്തിക്കാൻ നോക്കും. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നി ഇന്നത്തെ ഡേ കണ്ടിട്ട്? ഇന്നത്തെ നമ്മുടെ ടാസ്ക് ഉണ്ടായിരുന്നു, ബോണസ് ടാസ്ക്, അത് കൊള്ളായിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ ടീമാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്, തൊട്ട് പിറകെ സിജോയുടെ ടീമുണ്ട്. ഇവരൊരു മത്സരമാണ്, ടണലും നെസ്റ്റും കൂടെയാണ്. അതിലുപരി ടണലും നെസ്റ്റും എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ജാസ്മിനും സിജോയും കൂടിയാണ് ഇതിനകത്ത് മത്സരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഒരു കോംബോ വരണമായിരുന്നു, ജാസ്മിൻ സിജോ കോംബോ. അത് ഈ പറഞ്ഞ പോലെ ലവ് കോംബോ അല്ല, ഒരു ഗെയിമിംഗ് കോംബോ പറഞ്ഞു. അതായത് സായി സിജോയൊക്കെ നിൽക്കുന്നൊരു കോംബോ ഉണ്ടല്ലോ, നല്ലൊരു വ്യൂ വരുന്നൊരു കോംബോ ആണ്. അതേപോലത്തെ ഒരു കോംബോ ജാസ്മിൻ സിജോ അല്ലെങ്കിൽ ജാസ്മിൻ സായി കോംബോ കണ്ടിട്ടില്ലേ? നല്ല കോംബോയാണത്. അവർ ഗെയിം വർക്കൗട്ട് ചെയ്തത്. പക്ഷേ അതുപോലെ സിജോ കോംബോ വരുന്നില്ല. കാരണം സിജോയുടെ കയ്യിൽ കുറേ പോയിൻ്റ് ഉണ്ട്, ജാസ്മിൻ്റെ കയ്യിൽ കുറേ ബുദ്ധിയുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ ഇവർക്ക് കളിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ജാസ്മിൻ ജിൻഡോ കോംബോ വരുന്നില്ല. ഇവർക്ക് കളിക്കാൻ അറിയാമെന്നുള്ളവർ തമ്മിൽ അങ്ങോട്ടും ചേരുന്നില്ല. പക്ഷേ കളിക്കാൻ അറിയാമെന്നുള്ള ശ്വേതയും സാബുവൊക്കെ എന്ന് പറഞ്ഞ പോലെ ജിൻഡോയും ജാസ്മിനൊക്കെ ഒത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർന്ന് എന്ന് പറഞ്ഞാൽ അത് ഉള്ള കാര്യമാണ്. കാരണം പിന്നെ കളി അറിയാമെന്നുള്ളവരെല്ലാവരും കൂടെ ഒത്ത് കളഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കളിക്കാൻ പറ്റത്തില്ല. അപ്പുറത്തേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്കൊക്കെ കളി അറിയാം, നമുക്കത് മനസ്സിലായ കാര്യമാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം വളരെ ഡള്ളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. TRP ഒക്കെ നല്ലപോലെ ഉണ്ട്, ഇംപ്രഷൻസ് ഉണ്ട്, ഷോ ഹിറ്റാണ്. പക്ഷേ വളരെ ഡള്ളാണ്. നമുക്ക് കമൻറ്റ് ബോക്സുകളും ഓരോരുത്തരുടെ ഒപ്പീനിയനും കാണുമ്പോൾ ആർക്കും ഒരു താല്പര്യമില്ല ബിഗ് ബോസ് കാണാൻ. പിന്നെ നമ്മുടെ ബിഗ് ബോസ് എന്നുള്ള ലെവലിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ. അടുത്ത വിശേഷമായിട്ട് വരാം, പ്രൊമോ അപ്ഡേറ്റ് ആയിട്ട് വരാം, നാളത്തെ എവിക്ഷൻ അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.